ഇസ്രയേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്വിർ ഐക്യരാഷ്ട്രസഭയുടെ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ദുരിതാശ്വാസ ഏജൻസിയുടെ ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് വീഡിയോ ചിത്രീകരിച്ച് പുറത്തുവിട്ട സംഭവത്തോടെ മധ്യപൂർവേഷ്യൻ സംഘർഷം പുതിയൊരു നയതന്ത്ര യുദ്ധത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. കലണ്ടിയ വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിന്റെ നിയന്ത്രണം ഇസ്രയേൽ സൈന്യം പൂർണ്ണമായും പിടിച്ചെടുത്തതിന് തൊട്ടു പിന്നാലെയായിരുന്നു മന്ത്രി ബെൻഗ്വിറിന്റെ ഈ നടപടി. അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഈ പ്രവൃത്തി വഴിവെച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ ഉടമസ്ഥതയിലുള്ളതും പലസ്തീൻ അഭയാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്നതുമായ ഒരു തന്ത്രപ്രധാന കേന്ദ്രത്തിലേക്ക് ഒരു പ്രമുഖ ഇസ്രയേലി മന്ത്രി നേരിട്ടെത്തി വിജയാഘോഷം നടത്തിയത് അന്താരാഷ്ട്ര സമൂഹത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട്. UNRW ഡയറക്ടറുടെ കസേരയിലിരുന്ന് ബെൻഗ്വിർ ചിത്രീകരിച്ച വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. ആക്രമണത്തിലൂടെ പിടിച്ചെടുത്ത ഈ നിർണായക കേന്ദ്രത്തെ ഇനി മുതൽ ഇസ്രയേലി കുട്ടികൾക്കുള്ള വിദ്യാലയമാക്കി മാറ്റുമെന്ന് മന്ത്രി ഇറ്റാമർ ബെൻഗ്വിർ തന്റെ പ്രസ്താവനയിലൂടെ അവകാശപ്പെട്ടിരിക്കുകയാണ്. മേഖലയിൽ പലസ്തീൻ ജനതയ്ക്കായി പ്രവർത്തിക്കുന്ന UN സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്ന തീവ്ര വലതുപക്ഷ ഇസ്രയേലി ഭരണകൂടത്തിന്റെ കടുത്ത നിലപാടിന്റെ തുടർച്ചയായാണ് ഈ നീക്കം കാണപ്പെടുന്നത്. എന്നാൽ ഇസ്രയേലിന്റെ ഈ നീക്കത്തെ രൂക്ഷമായ ഭാഷയിലാണ് UNRW അധികൃതർ എതിർത്തത്. പലസ്തീൻ അഭയാർത്ഥി യുവാക്കൾക്ക് സാങ്കേതികവും തൊഴിലധിഷ്ഠിതവുമായ പരിശീലനം നൽകിയിരുന്ന തങ്ങളുടെ ഏറ്റവും പഴക്കമുള്ളതും പ്രധാനപ്പെട്ടതുമായ കേന്ദ്രമാണ് കലണ്ടിയ വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്റർ എന്ന് ഏജൻസി വ്യക്തമാക്കി. ആക്രമണ സമയത്ത് തങ്ങളുടെ ജീവനക്കാരെയും അധ്യാപകരെയും സ്ഥാപനത്തിൽ നിന്ന് ഇസ്രയേൽ സേന ബലം പ്രയോഗിച്ച് ഒഴിവാക്കുകയായിരുന്നുവെന്ന് UNRW വക്താക്കൾ ആരോപിച്ചു. അന്താരാഷ്ട്ര തത്വങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ പതാകയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സിവിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ആയുധധാരികളായ സൈനികർ കടന്നു കയറിയത് കടുത്ത അപലപനീയമാണെന്നും ഏജൻസി വ്യക്തമാക്കി. ഇസ്രയേൽ സേനയുടെ ഈ റെയ്ഡിനെയും കയ്യേറ്റത്തെയും ശക്തമായി അപലപിച്ചുകൊണ്ട് പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയവും രംഗത്തെത്തി. അന്താരാഷ്ട്ര കരാറുകളുടെയും ഐക്യരാഷ്ട്രസഭയുടെ പദവിയുടെയും നഗ്നമായ ലംഘനമാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്ന് പലസ്തീൻ മന്ത്രാലയം പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. പലസ്തീൻ ജനതയ്ക്ക് ലഭിക്കുന്ന എല്ലാവിധ അന്താരാഷ്ട്ര നയതന്ത്ര സുരക്ഷയെയും ആശ്വാസ പദ്ധതികളെയും തകർക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത്. അഭയാർത്ഥികൾക്ക് വിദ്യാഭ്യാസവും ജീവകാരുണ്യ സഹായങ്ങളും നൽകുന്ന സംവിധാനങ്ങളെ ഇല്ലാതാക്കുന്നതിലൂടെ മേഖലയിലെ പലസ്തീനികളുടെ സാന്നിധ്യം തന്നെ ദുർബലപ്പെടുത്താമെന്നാണ് ബെൻഗ്വിറിനെ പോലുള്ള തീവ്ര നിലപാടുകാർ കണക്കുകൂട്ടുന്നത്. UNRWവിനെതിരെയുള്ള ഇസ്രയേലിന്റെ നീക്കങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി കടുത്തുവരികയായിരുന്നു. ഏജൻസിയിലെ ചില ജീവനക്കാർക്ക് ഹമാസുമായി ബന്ധമുണ്ടെന്ന ആരോപണം ഉന്നയിച്ചാണ് ഇസ്രയേൽ UNRWവിനെ ലക്ഷ്യമിടുന്നത്. കലണ്ടിയയിലെ ഈ പ്രത്യേക പരിശീലന കേന്ദ്രം പതിറ്റാണ്ടുകളായി പലസ്തീൻ യുവാക്കളുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒന്നാണ്. ഇവിടെ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ആയിരക്കണക്കിന് അഭയാർത്ഥികളാണ് മേഖലയിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ വസ്തുവകകൾക്കും ജീവനക്കാർക്കും അന്താരാഷ്ട്ര നിയമപ്രകാരം പ്രത്യേക നയതന്ത്ര പരിരക്ഷയും സുരക്ഷയുമുണ്ട്. ഈ സുരക്ഷാ നിബന്ധനകളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇസ്രയേലി സൈന്യവും മന്ത്രിയും ഇവിടെ പ്രവേശിച്ചത്. യൂറോപ്യൻ യൂണിയനും മറ്റ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും ഈ സംഭവത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. അന്താരാഷ്ട്ര സമാധാന തത്വങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരായ ഒരു രാജ്യം UN സ്ഥാപനങ്ങൾ കയ്യേറുന്നത് മോശമായ ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന് നയതന്ത്ര വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. UNRWവിന്റെ സേവനങ്ങൾ ഇല്ലാതാകുന്നതോടെ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുകളിൽ വലിയൊരു മാനുഷിക പ്രതിസന്ധിയാണ് രൂപപ്പെടാൻ പോകുന്നത്. ഭക്ഷണവും വിദ്യാഭ്യാസവും വൈദ്യസഹായവും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ അത് മേഖലയിലെ ക്രമസമാധാന നില കൂടുതൽ വഷളാക്കും. ഇസ്രയേൽ ഭരണകൂടത്തിനുള്ളിലെ തീവ്ര വലതുപക്ഷ വിഭാഗത്തിന്റെ രാഷ്ട്രീയ അജണ്ടകളുടെ നടപ്പാക്കലാണ് ബെൻഗ്വിറിന്റെ ഈ നീക്കത്തിന് പിന്നിലെന്ന് വ്യക്തമാണ്. ഒക്യുപ്പൈഡ് വെസ്റ്റ് ബാങ്കിലെയും അനുബന്ധ പ്രദേശങ്ങളിലെയും പലസ്തീൻ സാന്നിധ്യം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന സയനിസ്റ്റ് കാഴ്ചപ്പാടാണ് ഇത്തരമൊരു കയ്യേറ്റത്തിന് പ്രേരകമായത്. മധ്യപൂർവേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് കനത്ത പ്രഹരമാണ് ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ അധിനിവേശ നീക്കങ്ങൾ ഏൽപ്പിക്കുന്നത്. കലണ്ടിയ പരിശീലന കേന്ദ്രം പിടിച്ചെടുത്തതും ബെൻഗ്വിറിന്റെ വെല്ലുവിളി നിറഞ്ഞ പ്രതികരണവും ഇസ്രയേൽ പലസ്തീൻ വിഷയത്തെ കൂടുതൽ രൂക്ഷമായ ഒരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു.
അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനത്തിനെതിരെ ആഗോള സമൂഹം എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ മേഖലയിലെ ഐക്യരാഷ്ട്ര സഭയുടെ ഭാവി പ്രവർത്തനങ്ങൾ.